നമസ്കാരം. വീണ ജോർജിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിൽ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് ഡിവൈഎഫ്ഐ. കൊല്ലത്ത് ചിന്താ ജെറോം നയിച്ച ജാഥയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയത്. അച്ഛനില്ലാ നേരത്ത് എന്ന് തുടങ്ങി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. പ്രതിഷേധത്തിനിടെ ഉയർന്ന വാക്കുകൾ ഇവിടെ പറയാൻ കഴിയുന്നതല്ല. അത്രമാത്രം സ്ത്രീവിരുദ്ധമായ വാക്കുകളാണ് അവർ അതിൽ ഉപയോഗിച്ചത്. ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനത്തിൽ ഉയർന്ന സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് വന്നു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വി ടി ബൽറാം നിലപാട് അറിയിച്ചത്. ബുധനാഴ്ച ചിന്താ ജെറോം നയിച്ച പ്രതിഷേധ ജാഥയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും സംസ്കാരശൂന്യവുമാണെന്നും വി ടി ബൽറാം പറഞ്ഞു. പ്രകോപനപരമായ ഈ മുദ്രാവാക്യങ്ങളിലെ ഓരോ വാക്കും അക്രമോത്സുകവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ സാംസ്കാരിക നായകരുടെ ഭാഗത്തു നിന്ന് വിമർശനമോ മറ്റ് സാമൂഹിക ഓഡിറ്റിങ്ങോ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും ബൽറാം പരിഹസിച്ചു. എന്നിരുന്നാലും ചിന്താ ജെറോമിൻ്റെയും കൂട്ടരുടെയും ഈ പ്രവൃത്തി വളരെ മോശമായി പോയെന്നും തന്റെ വിയോജിപ്പ് പരസ്യമായി രേഖപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ഉണ്ടായത്. സംഭവത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. അതേസമയം തനിക്കെതിരെ വിമർശനമുയർന്നതോടെ വിശദീകരണവുമായി ചിന്താ ജെറോമും രംഗത്ത് വന്നു. താൻ അസഭ്യം പറഞ്ഞിട്ടില്ല എന്നാണ് ചിന്താ ജെറോമിന്റെ വാദം. തന്നെ ആക്രമിക്കുന്നതായി ചിന്താ ജെറോം ആരോപിച്ചു. മന്ത്രിയെ ആക്രമിച്ചതിലെ പ്രതിഷേധം വൈകാരികമായിരുന്നു എന്നുമാണ് ചിന്തയുടെ വിശദീകരണം. മന്ത്രി വീണ ജോർജ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണെന്നും ചിന്ത പറഞ്ഞു. എന്നാൽ ചെറിയ ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നും അസഭ്യം പറഞ്ഞു എന്നത് തെറ്റാണെന്നും ചിന്താ ജെറോം പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായത് ഗുരുതരമായ അക്രമമാണ്. മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. സ്ത്രീപക്ഷ നിലപാടിനൊപ്പമാണെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ചിന്ത ആരോപിച്ചു. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവ് OG ജനീഷും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ തെരുവാക്കുകൾ കുറിച്ചതിന് ശേഷം AKGS മരിക്കാതെ ഒരു ജാഥ പോലും നടത്താൻ വയ്യേ ഡിഫിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അതേസമയം വീണ ജോർജിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറങ്ങിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വിലയിരുത്തൽ. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമുണ്ടെന്നും കനത്ത വേദനയുണ്ടെന്നുമാണ് വിവരം. നിലവിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ലെന്നും മെഡിക്കൽ ബോർഡ് വിശദീകരിച്ചിട്ടുണ്ട്. 11 അംഗങ്ങളടങ്ങിയ ടീമാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. ന്യൂറോളജി, ന്യൂറോ സർജറി, കാർഡിയോളജി, മെഡിസിൻ, ENT വിഭാഗം മേധാവിമാരും മെഡിക്കൽ ബോർഡിലുണ്ട്. സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, RMO എന്നിവരും അടങ്ങിയ മെഡിക്കൽ ടീമാണ് യോഗം ചേർന്നത്. അതേസമയം ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയതല്ലാതെ ആക്രമിച്ചിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KSU, യൂത്ത് കോൺഗ്രസ് നേതൃത്വം. ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും സംഘടന വെല്ലുവിളിച്ചു. ഇന്നലെ വൈകിട്ട് 3:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രിയെ പിന്നീട് പരിയാരത്തേക്ക് മാറ്റുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് ഇതിനകം RPF വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറകളെല്ലാം പരിശോധിച്ച ശേഷമാണ് RPF ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദൃശ്യങ്ങളില്ല എന്ന് വ്യക്തമായത്. അതേസമയം പ്രതിഷേധക്കാർ മന്ത്രിയെ മർദ്ദിച്ചുവെന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ച വീഡിയോയിലെ കറുത്ത വസ്ത്രം ധരിച്ച കൈ തങ്ങളുടെ പ്രവർത്തകന്റേതല്ല എന്നും KSU വാദിക്കുന്നു. പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയെ സംരക്ഷിക്കാൻ ഒപ്പമുണ്ടായിരുന്ന ഗവൺമെന്റ് വസ്ത്രമാണ് ദൃശ്യങ്ങളിൽ കാണുന്നതെന്നാണ് വാദം. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഉപയോഗിച്ച് CPM തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ആരോപിച്ചിട്ടുണ്ട്. മന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഗവൺമെന്റ് കൈ കഴുത്തിന് സമീപം വന്നതെന്നും ഈ ദൃശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് KSU വ്യക്തമാക്കുന്നു.